നമസ്കാരം. ഇത് ടെലിവിഷൻ താരങ്ങളുടെയൊക്കെ ഒരു ഫംഗ്ഷനാണ് എന്ന് തോന്നുന്നു. അവിടെ ടെലിവിഷൻ താരം അനുവിനോട് ഷിയാസ് എന്ന് പറഞ്ഞൊരു വേട്ടാവളിയൻ ബീഫ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധ രീതിയിലാണ് സംസാരിക്കുന്നത്. ഡയറ്റാണ് എന്ന് അനു പറയുന്നുണ്ട്. ഉടനെ അവൻ്റെ ചോദ്യം, നീ ഡയറ്റാണോ അതോ BJP ആണോ എന്നാണ് ആ വേട്ടാവളിയൻ്റെ ചോദ്യം. ഇപ്പം വന്ന് ഇത്തരക്കാരുടെയൊക്കെ പേര് കാണുമ്പോഴേ ഇവർ മതജീവികളാണ് എന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കാൻ കാരണം, ആരെങ്കിലുമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേട്ടാവളിയന്മാരാണ് അതിൻ്റെ ഒന്നാം നമ്പർ കാരണം. അവനതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരാൾ ബീഫ് കഴിക്കാതിരിക്കുകയോ അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ പർദ്ദ ഇടുന്നതിന്, ഹിജാബ് ഇടുന്നതിന് അത് ചോയ്സാണ് എന്ന് പറയാറില്ലേ. ആ സ്ത്രീക്ക് ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലായിരിക്കും എന്ന് വെച്ചുകൊണ്ട് നീ ഡയറ്റാണോ അല്ലെങ്കിൽ BJP ആണോ എന്ന് ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനം എടുക്കുക, അവിടെ BJP ഒന്നുമല്ല ഭരണത്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന പോലെ ഗോമാംസം, ഈ പറയുന്ന ഇവന്മാർ ബീഫ് എന്ന് പറയുന്നെങ്കിലും ഉദ്ദേശിക്കുന്നത് പശുവിനെയാണ്. അവിടെ ഇത് പറ്റില്ല, നിയമം കൊണ്ട് നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ്. അവിടെ ചെന്നിട്ട് ബീഫ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർദാർജിമാർ കുനിച്ച് നിർത്തി കൂമിനിടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സ്ഥലം. അവർ ഈ പറയുന്ന പോലെ BJP ആയിട്ടാണോ? അല്ല. എത്രയോ സംസ്ഥാനങ്ങളിൽ അത് നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ ഇവൻ്റെയൊക്കെ പ്രശ്നം പക്ക വർഗീയതയാണ്, മതഭ്രാന്താണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ആളുകളെ ഈ വർഗീയമായി ചേരിതിരിപ്പിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള വേട്ടാവളിയന്മാരാണ് എന്ന് സംശയലേശമെന്നെ പറയാൻ സാധിക്കും. ഇവിടെ അവന് ബീഫ് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല പച്ചയ്ക്ക് PC ജോർജിൻ്റെ ഭാഷയിൽ മറുപടി കൊടുക്കുകയാണ് ഇതുപോലുള്ള മറ്റേ മോന്മാരോട് ചെയ്യേണ്ടത്. വേറൊരു വീഡിയോയും ഈ വേട്ടാവളിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ചോദിക്കുന്നു, ഷിയാസിക്ക കേരളത്തിൽ താമര വിരിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു കുളത്തിൽ വിരിയുമെന്ന്. അതായത് ഇവിടെ വിരിയത്തേ ഇല്ലെന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ വിരിഞ്ഞ് നിൽക്കുന്നത് ഇവൻ്റെ കുഞ്ഞമ്മയുടെ കുളത്തിലാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJP ഭരിക്കുന്നത്, അത് കുളമാണോ? താമരയ്ക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. താമര വന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ചെടിയും വളരെയില്ല. ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്നാണെന്നറിയോ? ഇവരുടെ വിചാരം ഇതാണെന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണത്തോടെ പറയാം. മലപ്പുറത്ത് മുസ്ലിം ലീഗ് പറയുന്നത് തന്നെ അവിടുത്തെ 16 മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും അവർ തൂത്തുവാരി ജയിക്കുമെന്ന് പറയും. അതേ നാവ് കൊണ്ട് തന്നെ അവർ പറയും കേരളത്തിൽ താമര ജയിക്കില്ല, BJP ജയിക്കില്ല എന്ന് പറയും. അപ്പോൾ മലപ്പുറത്ത് 16 സീറ്റുകളും അവർ ജയിക്കുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവിടെ മുസ്ലിം ഭൂരിപക്ഷം ആയതുകൊണ്ടാണ്. സംശയമൊന്നുമില്ലല്ലോ. മലപ്പുറം മുസ്ലിം ന്യൂനപക്ഷ സ്ഥലമായിരുന്നെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് ജയിക്കുമോ? ജയിക്കത്തില്ല. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായിട്ടുള്ള മലപ്പുറത്ത് ഞങ്ങൾ 16 സീറ്റും തൂത്തുവാരും എന്ന് പറയുന്നവർ, എന്നാൽ മലപ്പുറം ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലത്ത് കേരളത്തിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. പക്ഷേ അവിടെ BJP ജയിക്കരുത്. അവിടെ മതേതരക്കാരെല്ലാം കൂടി BJPനെ മാറ്റി നിർത്തണം, അവർ വർഗീയ പാർട്ടിയാണ്. അപ്പോൾ ഈ മലപ്പുറത്തോ അത് മുസ്ലിങ്ങളാണ് കൂടുതൽ, പക്ഷേ അവർ മതേതരാണ്, അവിടെ മുസ്ലിം ലീഗ് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. എടാ മോനെ, നീയൊക്കെയാണ് ഒന്നാം നമ്പർ തീവ്രവാദികൾ. ബില്ലാദിനേക്കാളുമൊക്കെ കടുത്ത വർഗീയവാദികളാണ് നീയൊക്കെ. ഈ കണ്ണിലൊക്കെ കൺമഷിയും എഴുതി കോലവും കെട്ടി നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീയൊക്കെ എത്ര വേഷം കെട്ട് നടത്തിയാലും നിൻ്റെയൊക്കെ ഉള്ളിലുള്ള തനിക്കുണം അത് കൃത്യമായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. ഇനി ഈ വേട്ടാവളിയൻ ആരാണ് എന്ന് തപ്പിപ്പോയപ്പോഴാണ് ഒരു പീഡന കേസ് കൂടി ഈ വേട്ടാവളിയൻ്റെ പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാഭാവികം. അപ്പോൾ പിന്നെ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീയും ചെയ്യേണ്ട, നിൻ്റെ കൂട്ടത്തിലുള്ളവന്മാരും ചെയ്യേണ്ട. BJPക്ക് ഇത്രക്കാരുടെ വോട്ടും ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് BJP ആണ്. അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP പോലുള്ള സുഡാപ്പികളുടെയും വോട്ട് വേണ്ട എന്ന്. നിൻ്റെ ഒന്നും വോട്ടിലല്ല അവർ ഭരിക്കുന്നത്, ഇനി ഭരിക്കാൻ പോകുന്നത്. നീയൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും വർഗീയമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുക. കൂടുതൽ ആളുകൾ BJPയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട.